നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു HTML സൈറ്റിൽ എങ്ങനെയാണ് ലിസ്റ്റ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ വേർഡ് ഡോക്യുമെൻറ്റ്സൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ കാണാം ബുള്ളറ്റ് ലിസ്റ്റും നമ്പേർഡ് ലിസ്റ്റും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് HTML ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ സബ്ലൈം ടെക്സ്റ്റിൻ്റെ ഒരു എഡിറ്ററിൽ index.html സേവ് ചെയ്തിട്ടുണ്ട്. അതിൽ ബേസിക് HTML സ്ട്രക്ചർ കോഡ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നമുക്കൊരു ലിസ്റ്റ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ലിസ്റ്റ് 3 ടൈപ്പാണുള്ളത്. ഒന്ന് അൺഓർഡേർഡ് ലിസ്റ്റ്, രണ്ടാമത്തത് ഓർഡേർഡ് ലിസ്റ്റ്, മൂന്നാമത്തത് ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ്. അപ്പോൾ മൂന്നാമത്തെ ടൈപ്പ് നമ്മൾ ഇന്ന് പഠിക്കുന്നില്ല, കാരണം അത് അധികം യൂസ് വരാത്തൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം പഠിച്ചെടുക്കുന്നത് നല്ലത്. അപ്പോൾ ആദ്യത്തെ ലിസ്റ്റായ അൺഓർഡേർഡ് ലിസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അൺഓർഡേർഡ് ലിസ്റ്റിൻ്റെ ഷോർട്ടായ UL/UL ഇതാണ് ഇതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും വരുന്നത്. അതിലേക്ക് ഓരോ ലിസ്റ്റ് ഐറ്റംസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് LI, അതായത് ലിസ്റ്റ് ഐറ്റം, ഇനി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ആപ്പിൾ. ഇനി അടുത്ത ലിസ്റ്റ് ഐറ്റം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഓറഞ്ച്. അടുത്ത ലിസ്റ്റ് ഐറ്റം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പൈനാപ്പിൾ. ഇങ്ങനെയാണ് ഒരു അൺഓർഡേർഡ് ലിസ്റ്റിൻ്റെ സിൻടാക്സ് വരുന്നത്. ഇനി നമുക്കതൊന്ന് പ്രിവ്യൂ ചെയ്ത് നോക്കാം. കണ്ടോ, ഇതാണ് അൺഓർഡേർഡ് ലിസ്റ്റ്. അതായത് ഒരു നമ്പറിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഒരു സിമ്പിൾസ് വെച്ചിട്ടുള്ള ലിസ്റ്റാണ് അൺഓർഡേർഡ് ലിസ്റ്റ്. ഇനി നമുക്ക് ഈ ലിസ്റ്റിൻ്റെ സ്റ്റൈൽ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഒരു ബുള്ളറ്റ് പോയിൻറ്റ്സ് ആയിട്ട് കാണുന്നത്, നമുക്കതിൻ്റെ സ്റ്റൈൽ ചേഞ്ച് ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ വീണ്ടും ആ ലിസ്റ്റ് കോപ്പി ചെയ്യാണ്. എന്നിട്ട് അതിൽ സ്റ്റൈൽ ആട്രിബ്യൂട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സ്റ്റൈൽ ഈക്വൽ ടു ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ്. അതിൽ ഞാൻ ഡിസ്ക് എന്ന ഓപ്ഷൻ ആഡ് ചെയ്തു. ഇതൊരു CSS പ്രോപ്പർട്ടിയാണ് ഈ ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ്. അതായത് ഈ ലിസ്റ്റുകൾക്ക് കൊടുക്കുന്ന ഒരു CSS പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ രണ്ടാമത്തെ എങ്ങനെയാണ് വന്നേക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ആദ്യത്തെ വന്ന അതേപോലെ തന്നെയാണ് രണ്ടാമത്തെ വന്നേക്കുന്നത്. അതായത് ഡിഫോൾട്ടായിട്ട് വരുന്നത് ഈ ഡിസ്ക് എന്ന് പറഞ്ഞുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഒരു ലിസ്റ്റും കൂടി ക്രിയേറ്റ് ചെയ്യാം. അടുത്ത ഓപ്ഷൻ ട്രൈ ചെയ്യാം. ഞാനൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. ഈ ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് ഡിസ്ക് എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ സ്ക്വയർ എന്ന് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ പ്രിവ്യൂ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒരു സ്ക്വയർ ബുള്ളറ്റ് ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. കണ്ടോ, അതാണ് അതിൻ്റെ ഒരു ഡിഫറൻറ്റ് വരുന്നത്. ഇനി അടുത്ത സ്റ്റൈൽ ഞാൻ കാണിച്ചു തരാം. വീണ്ടും കോപ്പി പേസ്റ്റ് ചെയ്യാണ്. ഈ സ്ക്വയർ എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ സർക്കിൾ എന്ന് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ പ്രിവ്യൂ നമുക്ക് നോക്കാം. കണ്ടോ, ആ ലിസ്റ്റിൻ്റെ ബുള്ളറ്റ്സൊക്കെ ഓരോ സർക്കിളായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്തൊരു ഓപ്ഷൻ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാണ്. ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് നൺ എന്ന് കൊടുക്കുകയാണ്. അതായത് സ്റ്റൈൽ ടൈപ്പ് ഒന്നുമില്ല. അതിൻ്റെ പ്രിവ്യൂ നോക്കുമ്പോൾ ഇവിടെ സ്റ്റൈലൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് 1 by 1 ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പല ആവശ്യങ്ങൾക്കും നമുക്ക് ഈ ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് നൺ എന്നുള്ള ഓപ്ഷൻ വേണ്ടി വരും. എന്നിട്ട് നമുക്ക് അതിൽ വേറെ സ്റ്റൈൽസ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ അൺഓർഡേർഡ് ലിസ്റ്റ് എന്നതിനെ പറ്റിയിട്ട് ഇത്രേ പറയാനുള്ളൂ. അടുത്ത ലിസ്റ്റാണ് ഓർഡേർഡ് ലിസ്റ്റ്. അപ്പോൾ ഓർഡേർഡ് ലിസ്റ്റിൻ്റെ ഷോർട്ട് ഫോമായ OL/OL അതാണ് അതിൻ്റെ കോഡ് വരുന്നത്. ഇനി അതിൻ്റെ ഉള്ളിൽ നമുക്ക് ലിസ്റ്റ് ആഡ് ചെയ്യാം. ഓറഞ്ച്, ആപ്പിൾ. ഈ LI/LI ഒക്കെ കറക്റ്റ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒക്കെ ചെയ്തില്ലെങ്കിൽ ലിസ്റ്റ് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ ഓർഡേർഡ് ലിസ്റ്റ് ഞാൻ ആഡ് ചെയ്തു. ഇതിൻ്റെ ഒരു ഡിഫറൻറ്റ് എന്ന് പറയുന്നത്, അൺഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിൽ UL എന്ന് സ്റ്റാർട്ട് ചെയ്ത് UL ക്ലോസ് ചെയ്യുന്നു. ഓർഡേർഡ് ലിസ്റ്റ് ആകുമ്പോൾ OL സ്റ്റാർട്ട് ചെയ്ത് /OL അവസാനിക്കുന്നു. ഈ ഇടയിൽ വരുന്ന ഈ LI/LI ഒക്കെ എല്ലാത്തിനും സെയിം ആണ്. ഇനി ഇതിൻ്റെ പ്രിവ്യൂ നമുക്കൊന്ന് നോക്കാം. കണ്ടോ, ഇപ്പോൾ ഇവിടെ നമ്പേർഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതാണ് ഓർഡേർഡ് ലിസ്റ്റ്.
ഇനി ഈ ഓർഡേർഡ് ലിസ്റ്റിൻ്റെ 1 2 3 മാറ്റിയിട്ട് വേറെ ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് നേരത്തെ നമ്മൾ അൺഓർഡേർഡ് ലിസ്റ്റിൻ്റെ സ്റ്റൈലുകൾ മാറ്റി കൊടുത്ത പോലെ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിത് കോപ്പി എടുക്കുകയാണ്, ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓർഡേർഡ് ലിസ്റ്റിനുള്ള ഒരു ആട്രിബ്യൂട്ടാണ് ഈ ടൈപ്പ്. അതിൽ ഞാൻ 1 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ പ്രിവ്യൂ നോക്കിയാൽ കാണാം, ഡിഫോൾട്ടായിട്ട് വരുന്ന ആ ഓപ്ഷനാണ് ഈ 1 എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ടൈപ്പ്. ഇനി അടുത്തൊരു ടൈപ്പ് നമുക്ക് നോക്കാം. ഞാൻ ഒന്നുകൂടി കോപ്പി പേസ്റ്റ് എടുക്കുകയാണ്. ഈ ടൈപ്പ് ഈക്വൽ ടു ക്യാപിറ്റൽ എ കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ പ്രിവ്യൂ എങ്ങനെയാണെന്ന് നോക്കാം. കണ്ടോ, ഇപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ABCD അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് ആ ഒരു ഓപ്ഷൻ. അടുത്തൊരു ഓപ്ഷൻ നോക്കാം. ഞാൻ വീണ്ടും കോപ്പി പേസ്റ്റ് ചെയ്യാണ്. സ്മോൾ ലെറ്റർ എ ആണ് ഈ പ്രാവശ്യം ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ പ്രിവ്യൂ നോക്കാം. കണ്ടോ, സ്മോൾ ലെറ്ററിൽ ABC അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇനി അടുത്തൊരു ഓപ്ഷൻ നോക്കാം. വീണ്ടും ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാണ്. അതിൽ ക്യാപിറ്റൽ I, അതായത് റോമൻ ന്യൂമറിക്സിലെ 1 എന്നുള്ളൊരു ലെറ്ററാണ് ഞാൻ അവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ നോക്കാം. ഉണ്ട്, അപ്പോൾ റോമൻ ന്യൂമറിക്സിൽ വന്നിട്ടുണ്ട് 1 2 3 എന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ അത് കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കും. ഇനി അത് സ്മോൾ ലെറ്ററിൽ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തു. ഈ ക്യാപിറ്റൽ Iക്ക് പകരം സ്മോൾ ലെറ്റർ I ആണ് കൊടുക്കുന്നത്. അപ്പോൾ സ്മോൾ ലെറ്റർ 1 കൊടുത്തിട്ടുള്ളത്. കണ്ടപ്പോൾ ഇവിടെയും റോമൻ ന്യൂമറിക്സിൽ സ്മോൾ ലെറ്ററിൽ 1 2 3 അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓർഡേർഡ് ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റ്, ഇതൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് അതൊന്ന് റെഫർ ചെയ്യാം. നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞ ഈ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം കാര്യമായിട്ട് അങ്ങനെ യൂസ് വരുന്നില്ല. ഞാൻ ഇത്രയും നാൾ വെബ് ഡെവലപ്മെൻറ്റ് ചെയ്തിട്ട് ഇതുവരെ അങ്ങനെ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാത്തത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.